ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിത് നല്ല കപ്പയും കാന്താരിമുളകൊക്കെ കൂട്ടി കഴിക്കാൻ പോകും. അപ്പോൾ നമ്മളിവിടെ ചമ്മന്തി അരയ്ക്കുന്നതൊക്കെ കാണാമല്ലോ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ പഴുത്ത കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി, ഉപ്പ്. എന്നിട്ട് നമ്മൾ തവിയുടെ ഈ ചിരട്ടത്തവിയില്ലേ, അതിൻ്റെ പുറകുകൊണ്ട് തന്നെ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് നമുക്ക് ഇതിനകത്തിട്ട് അരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പുളിയും കൂടി ചേർത്ത് നന്നായിട്ടിത് ഉടച്ചെടുക്കണം. ഇതുപോലെ തന്നെ ചെയ്യണം, മിക്സിയിൽ അരച്ച് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമ്മൾ ഇത് മുളകൊക്കെ ഇടിച്ച് നല്ല സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു എരിവ് ബാലൻസ് ആവാനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ മുളക് കഴിക്കാണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ തവയും കൊണ്ട് പിന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ് ഇങ്ങനെ മുളക് കഴിക്കാണ്ട്. എനിക്ക് മിക്സിയിൽ അരയ്ക്കുന്നതിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ മുളകൊക്കെ സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ നമ്മൾ സാധാരണ പുഴുങ്ങത്തില്ല, ഉപ്പിട്ട്, അതുപോലെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ അടിപൊളി ടേസ്റ്റ് ഉള്ള കപ്പയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് കാന്താരിയും കൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അപ്പോൾ കപ്പയുടെ സൈഡിൽ തന്നെ നമുക്ക് കാന്താരി വെച്ച് കൊടുക്കാം. കാണില്ല, കുറച്ചേറെ തന്നെ ഇരുന്നോട്ടെ. നല്ല ടേസ്റ്റാണ് കാന്താരി കൂട്ടി കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു മസ്റ്റ് ഐറ്റമാണ് ഈ കപ്പയുടെയൊക്കെ കൂടെ നല്ല ചൂട് കട്ടൻ ചായ. അത് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായയും കപ്പയൊക്കെ കാണില്ല സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് കപ്പ എടുത്ത് ആ കാന്താരിയിൽ മുക്കി കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ആ കടും ചായയും കൂടെ കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറാണ്, നല്ല രസമാണ്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.